Hi friends, once again welcome back to mediamakkani. It's me Akbar. ഇന്നൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ പിന്നെ ക്യാമറൻ്റെ ട്രൈപോഡ് പോലത്തെ ഒരു സംഭവമാണ് നമ്മളിങ്ങനെ ഹാൻഡിൽ അതെടുക്കാനും പറഞ്ഞ് ക്യാമറ പിടിക്കാനിപ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഇങ്ങനെ കൈയ്യിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്, കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഈ പാർക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ ആരിസിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ആരിസിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പാർക്കിനുള്ളിലേക്കൊന്ന് പോയേക്കാം. ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടാണെങ്കിൽ ഭ്രാന്താവുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് ഇടയ്ക്ക് നമ്മൾ മറക്കണ്ടാവും. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഇതുപോലൊക്കെ ട്രാഫിക്കിൽ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽമെറ്റ് സേഫായിട്ട് വെക്കാനുള്ളൊരു ചെറിയൊരു സംഭവം എല്ലാവരും ചിലർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്കായിട്ട് കാണിച്ചു തരാം. നമ്മളെ ഹെൽമെറ്റ് കണ്ടില്ലേ, സീറ്റ് സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ സീറ്റിൻ്റെ ഗ്യാപ്പിൽ നമ്മളെ ഹെൽമെറ്റിൻ്റെ ലോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ കൊണ്ടുപോകാനാണ്ട് പെട്ടെന്ന് വന്നിട്ടേ എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പിന്നെ ഹെൽമെറ്റ് എടുത്തേ മതിയാവുന്നുള്ള വരുന്നവർക്കൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ജസ്റ്റ് അപ്പം മറ്റേ ബൈക്കൊക്കെ ആണെങ്കിൽ ബൈക്കിൻ്റെ ഇതേപോലെ സീറ്റ് നമുക്ക് ചിലർ ഊരാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒട്ടുമിക്ക ബൈക്കിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ, നമ്മളെ കേരളത്തിലെ പോലെ അല്ല, ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബൈക്കിന് പുറകിലുള്ള ആളും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടാണ് ഹെൽമെറ്റ് ഇങ്ങനെ ഭക്ഷണം പോകുന്നത്. ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇവിടെ പുറത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് സ്വാഭാവികമായിട്ടും ആവശ്യക്കാരെടുത്തുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും ഇനി പാർക്കിലേക്ക് പോകാം.
അപ്പോൾ ഗൈസ് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള പ്ലേസാണ്. ഫാമിലീസിനായിട്ടൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. ഫുള്ള് പച്ചപ്പാണ്, നമുക്ക് കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു പറയാൻ കാര്യം വിട്ടുപോയി, നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ചെയ്യുക. പിന്നെ ബാംഗ്ലൂരിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു ഗൈസ്.